ഇപ്പോൾ നട്ടുച്ചയാണെന്നും ദേവി ദാരികനെ ബോധ്യപ്പെടുത്തും. തന്നെ വെല്ലുവിളിച്ച ദാരികൻ തന്റെ നാവിൻ തുമ്പിൽ വന്നിരുന്ന് വിശ്രമിക്കുന്ന കാഴ്ച തൃക്കൻ പാർത്ത ശ്രീഭദ്ര മെല്ലെ മെല്ലെ തന്റെ നാവ് ചുരുട്ടി ദാരികനെ തന്റെ വദന ഭാഗത്തേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇനി ഒരു ദിനം കൂടെ കിട്ടിയാൽ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് നഷ്ടപ്പെട്ടുപോയ വരങ്ങൾ സമ്പാദിക്കുവാൻ തനിക്ക് സാധിക്കുമെന്ന് ചിന്തിച്ച ദാരികൻ ദേവിയുടെ നാവിൻ തുമ്പിൽ വന്നിരുന്ന് വിശ്രമിച്ചപ്പോ ദേവി തന്റെ നാവ് ചുരുട്ടി മെല്ലെ മെല്ലെ ദാരികനെ തന്റെ വദന ഭാഗത്തേക്ക് അടുപ്പിക്കുന്നു. ദേവിക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. തന്നെ പല പ്രാവശ്യം ഈ അസുരൻ ദാസിയായി വരുവാൻ ക്ഷണിച്ചതാണ്. തന്നെ തന്റെ പിതാവായ മഹാദേവനെ അതിക്ഷേപ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് പരിഹസിച്ച് വെല്ലുവിളിച്ചവനാണ് ഈ അസുരൻ. മഹാദേവൻ കൽപ്പിച്ചു കൊടുത്ത ഉടവാളും തൃക്കൈയിലേന്തി ദാരികന്റെ ശിരസ് ഛേദിച്ച് കൈലാസത്തിലെ കുതിക്കുവാൻ തക്ക കോപത്തോടെ എഴുന്നള്ളന്ന് പാണമുഖത്ത് ശ്രീ ഭദ്രകാളി 6 വർഷത്തിലൊരിക്കൽ ദേവിയുടെ തിരുവുമ്പ 18 കാളിയുടെ മഹോത്സവത്തിന്റെ ബാക്കി നിർഭരമായ 7ാമത്തെ നിലത്തിൽ പോയി തിന്മയുടെ പ്രതീകമായ ദാരികനെ യമപുരിക്ക് അയക്കുവാൻ ബ്രഹ്മൻ കൊണ്ട് തന്റെ നാവിൻ തുമ്പിൽ വന്നിരുന്ന് വിശ്രമിച്ച ദാരികനെ നാവ് ചുരുട്ടി മദന ഭാഗത്തേക്ക് അടുപ്പിച്ച് ശിരസ് ഛേദിച്ച് ദാരികന്റെ മാറ് വലിച്ചു പോകുന്ന ഗുണമാലയെടുത്ത് കഴുത്തിലടിഞ്ഞ് പാനപാത്രങ്ങൾ ദാരികന്റെ രക്തം ശേഖരിച്ച് അത് മൊത്തിക്കൊടിച്ച് ദാരിക ശിരസുമായി കൈലാസത്തിലേക്ക് കുതിക്കുന്ന വനമുഖം ശ്രീഭദ്രകാളി തിരുമുടിയുടെ പളകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ദർശിച്ചാൽ ദേവി ദാരിക ശിരസുമായി കൈലാസത്തിലേക്ക് കുതിക്കുമ്പോൾ ദേവിയുടെ കോപം ശാന്തിക്കുവാൻ മഹാദേവൻ ചന്ദ്രകലാധാരിയായി മലർന്നു കടന്ന് ദേവിക്ക് മാർഗതടസ്സമുണ്ടാകും. കോപത്താൽ അടിമുടി വിളച്ച് കൈലാസത്തിലെ കുറിച്ച ശ്രീഭദ്ര തന്റെ മുമ്പിൽ മലർന്നു കിടന്ന് തനിക്ക് മാർഗതടസ്സമുണ്ടാക്കുന്ന മഹാദേവനെ ഇതുവരെയും തൃക്കൻ പാർക്കുവാൻ സാധിക്കാതെ